സീതാകുണ്ടിന്റെ 2 കാലത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അന്നത്തെ കാലത്ത് ഇവിടെ വരുന്ന ആളുകൾക്ക് വളരെ കൗതുകമാർന്ന മനോഹരമായ ഒരു പ്രകൃതിയുടെ സൗന്ദര്യം കാഴ്ചവെച്ച സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാഴ്ചകൾ കണ്ടല്ലോ. നമുക്കൊപ്പം അന്ന് ഒരുപക്ഷെ ഈ ദുരന്ത സമയത്ത് രക്ഷാപ്രവർത്തനം ഒക്കെ നടക്കുന്ന സമയത്ത് ആളുകൾക്ക് വളരെ കരുതലായി ഒരു എന്താ പറയുക ഒരു കട്ടൻ കാപ്പിയുടെ ചൂടുമായി ഒപ്പം ഉണ്ടായിരുന്ന ആളാണ് അബൂക്ക. നമുക്കൊപ്പം ഉണ്ട്. അബൂക്ക ഓർമ്മകളിലേക്ക് പോകുന്നത് സങ്കടകരമായ കാര്യമാണ്. പക്ഷേ അബൂക്ക ഞങ്ങൾ കണ്ടപ്പോൾ അബൂക്ക പറഞ്ഞു നമ്മളെങ്ങോട്ട് പോകാനാണ്, ഇത് നമ്മുടെ സ്ഥലം അല്ലേ എന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ കൂടെയുള്ളവരൊക്കെ പോയപ്പോഴും ഇവിടെ തുടരുക തന്നെയാണ് അല്ലേ? അല്ല, തുടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഞാൻ ഈ നാട്ടിൽ എന്റെ ജീവിതത്തിന് 3/4 ഭാഗം ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. അത് മാത്രമല്ല ഇത്ര സൗഹാർദ്ദത്തിൽ കഴിയുന്ന ഒരു നാട് വേറെ എവിടെയില്ല. കാരണം ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്, താമസിച്ചിട്ടില്ലെങ്കിലും പല സ്ഥലങ്ങളും പോയി വന്ന ആളാണ്. പക്ഷെ ഈ ഒരു നാടിന്റെ അത്ര ഒരു സൗഹാർദ്ദവും ഈ നാടിന്റെ അത്ര ഒരു ഭംഗിയും കാര്യങ്ങളുള്ള ഒരു നാട് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അത് മാത്രമല്ല ഞാനിപ്പോ വന്ന ആ ബോർഡിൽ എന്റെ മക്കള് പോയപ്പോ ഒരു സങ്കടം വരപ്പെട്ടത് ആ ബോർഡ് കണ്ടു. കുട്ടികളുടെ ചിത്രങ്ങൾ നമ്മൾ നേരത്തെ കണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ അബൂക്കയുടെ കടയിലേക്കും ഒക്കെ എപ്പോഴും വരുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് ആ സങ്കട നിമിഷങ്ങൾ സ്വാഭാവികമായിട്ടും ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ എത്തുന്ന അധ്യാപകരും നാട്ടുകാരും എല്ലാം ഒരിറ്റ് കണ്ണീര് വീണു പോകും. കാരണം അത്രയും കുട്ടികൾ നമുക്ക് നഷ്ടപ്പെട്ട കാഴ്ച, അവരുടെ അന്നത്തെ ജീവസുറ്റ അവരെയൊക്കെ ഓർത്തെടുക്കുമ്പോൾ അത് ഏറ്റവും മനസ്സിന് വിങ്ങലുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ മനുഷ്യനാണ്, നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. അത് തന്നെയാണ് ഇപ്പോൾ അബൂക്ക അടക്കമുള്ള ആളുകൾ അവരിവിടെ തുടരുകയാണ്, അവരിവിടെ ജീവിതം ഇനി മുന്നോട്ട് പോകുന്നത്. എങ്കിലും അബൂക്ക ഇപ്പോൾ ടൗൺഷിപ്പൊക്കെ വരുന്നു, ആളുകൾ വളരെ ഞങ്ങൾ ഇന്നലെ അവിടെയൊക്കെ പോയിരുന്നു. അപ്പൊ വീണ്ടും ഒരു ചുരൽമലയും മുണ്ടക്കയും ഒക്കെ അവരുടേതായ രീതിയിൽ അവിടെ സൃഷ്ടിച്ചെടുക്കാവുന്ന ഒരു പ്രതീക്ഷയാണ്. എങ്ങനെയാണ് അബൂക്കയ്ക്ക് ഒരു ശ്രമങ്ങൾ? അല്ല, അത് അവർ ടൗൺഷിപ്പ് അവരെടുക്കുന്നതിൽ നമുക്ക് വിരോധമില്ല. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ നാട്ടിലുള്ള ആളുകളെ ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കുമ്പോൾ ഇപ്പൊ പല സംഘടനകളും കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് അവിടെ ടൗൺഷിപ്പിലേക്ക് പോകുന്നതിന് കുഴപ്പമില്ല. ഈ പാടിയിൽ താമസിച്ച ആളുകൾക്ക് ഒരു ആഗ്രഹമാണ് 5 സെന്റ് ഒരു വീടും. പക്ഷെ അങ്ങനത്തെ ആളുകളെ വരെ ഇവിടുന്ന് സംഘടനകളെ വീട് കൊടുത്ത് മാറ്റി താമസിപ്പിക്കുമ്പോൾ അത് നമ്മുടെ നാടില്ലാതാകുകയാണ്. കാരണം ഈ നാട്ടിൽ ഇത്രയും ആളുകളും കാര്യങ്ങളും ഉണ്ടായിട്ട് അത് കംപ്ലീറ്റ് ഇനി ഇവിടുന്ന് ബാക്കിയുള്ള ആളുകളെ മാറ്റിക്കൊണ്ട് താമസിപ്പിക്കുമ്പോൾ ഈ നാട് പറ്റ താഴോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു അല്ലേ ആളുകൾ എല്ലാവരും പറയുന്ന ഒരു പ്രശ്നമാണ്. ഇവിടെ അവശേഷിക്കുന്നവർക്ക് ഉള്ള ജീവിത സാഹചര്യം കൂടി ഇല്ലാതാകുന്നു എന്നല്ലേ? അല്ല, അതാണ് ഇപ്പം ആശുപത്രിയുടെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞത്. അപ്പം പക്ഷെ അതിൽ തന്നെ കുറച്ചുപേരും കൂടെ ഇതിൽ ഉൾപ്പെടാനുണ്ട്. ഇനി ഒരു 50-60 പേരെങ്കിലും ഈ പടവെട്ടിക്കുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലം, നമ്മുടെ സ്കൂൾ റോഡ് ഉണ്ടല്ലോ, വെള്ളാർമല സ്കൂളിന്റെ ആ വഴി വേണം പടവെട്ടിക്കുന്നിലേക്ക് പോകാൻ. അപ്പോൾ ഇവർ ഈ ദുരന്ത ഭൂമിയിൽ കൂടെ വേണം ദിവസവും ആ സ്ഥലത്തേക്ക് പോകാൻ. അവര് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. അതുപോലെ ഈ പാടികളിൽ താമസിച്ചിരുന്ന മുകളിലെ പാടികളിൽ താമസിച്ചിരുന്ന ആളുകളിൽ കുറെ പേര് ഉൾപ്പെടാനുണ്ട്. അവരുടെയൊക്കെ പ്രശ്നമുണ്ട്. പിന്നെ അബൂക്ക പറഞ്ഞ പോലെ പാലത്തിന് അക്കരെ ഈ ദുരന്തഭൂമിക്ക് തൊട്ടടുത്ത് ഇതിന്റെ എല്ലാ ആഘാതങ്ങളും അനുഭവിച്ച ആളുകൾ കുറച്ചുപേർ അവിടെയുണ്ട്. അവരുടെ കാര്യത്തിലും പ്രത്യേക ശ്രദ്ധ വേണം. കാരണം അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അവർക്ക് ഗതാഗത സൗകര്യം വേണം, വിദ്യാഭ്യാസ സൗകര്യം വേണം, ആരോഗ്യ രക്ഷാ സംവിധാനങ്ങളൊക്കെ അവർക്ക് വേണം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടി നോക്കേണ്ടതുണ്ട്. ഈ ദുരന്ത ബാധിതരുടെ പട്ടികയിലുള്ള ആളുകൾക്ക് പുറത്ത് എന്തായാലും കുറച്ചുപേരുണ്ടാകുമല്ലോ ഇതിന്റെ ആഘാതം ഏറ്റുവാങ്ങിയവർ. അവരുടെ കാര്യത്തിലും കൂടി ഒരു ശ്രദ്ധ വേണമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ആ പരിഗണന ഇപ്പോൾ റോഡ് പണിയൊക്കെ നന്നായി നടക്കുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക, അങ്ങനെ നഷ്ടപ്പെടുത്തി കളയില്ല ഈ സ്ഥലം എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നീട് ഇപ്പൊ ഈ ഉദ്യോഗസ്ഥരൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ഒരു സങ്കടം അവരെ അറിയിക്കാറുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഇവിടെ വികസനങ്ങളും കാര്യം വരും എന്ന് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ ഭാഗങ്ങളിൽ കുറെ ആളുകൾക്ക് ജോലിയില്ല. ഇപ്പൊ എന്നെ പോലത്തെ ആളുകൾ, ഒരുപാട് ആളുകൾക്ക് ജോലിയില്ല. കാരണം കച്ചവട പീടികക്കാർക്ക് കച്ചവടമല്ല. അതേമാതിരി വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് വാഹനത്തിന് ഓട്ടങ്ങളില്ല. അവർ ഓട്ടോ കൊണ്ട് ജീവിക്കുന്ന ആളുകൾ, ജീപ്പ് കൊണ്ട് ജീവിക്കുന്ന ആളുകൾ, വളരെ കുറെ ആളുകൾ കച്ചവടം കൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അത്തരം ആളുകൾക്കൊക്കെ വളരെ മോശം. എന്നെ ഒരു ഷോപ്പ് തുടങ്ങി 10-13 കൊല്ലത്തിന് മുകളിൽ. പക്ഷേ ഈ ഒരു വർഷമായിട്ട് വളരെ മോശം അവസ്ഥയിലാണ്. കാരണം ഒന്നാമത് ആളുകളില്ല, ടൂറിസ്റ്റുകൾ വരുന്നില്ല. നമുക്ക് ആകെ ആശ്രയിക്കാനുള്ള ആളുകൾ ഈ ഭാഗത്തുള്ള ആളുകളായിരുന്നു. അത് കംപ്ലീറ്റ് ഇപ്പം ആളുകൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്തു, മരണപ്പെട്ടു പോവുകയും ചെയ്തു. അതുകൊണ്ട് എന്നെ പോലത്തെ ആളുകൾക്കും ഷോപ്പിൽ വളരെ മോശമാണ് എന്റെ പണികൾ. അതേമാതിരി തന്നെ ഇപ്പൊ ഇവിടെ ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ ഗവൺമെന്റ് നിന്ന് വരെ ഈ പീടിക നഷ്ടപ്പെട്ട ആളുകൾക്ക് ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ വ്യാപാരികളെ ഉയർത്തുമെന്ന് പറഞ്ഞിട്ട് വ്യാപാര സംഘടന ചെയ്തിട്ടുണ്ട്, അവരും കാര്യമായിട്ടും ചെയ്തിട്ടില്ല. ഇവിടെ ചെയ്തത് പിന്നെയും പീപ്പിൾ ഫൗണ്ടേഷൻ ആളുകളാണ്. അവർ പരമാവധി പറ്റുന്ന രീതിയിൽ. ഇപ്പോൾ എൻ്റെ ഒരു ആവശ്യം അവരെന്നോട് ഒന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ആവണോ? ഞാൻ പറഞ്ഞാൽ എനിക്കിങ്ങനെ എൻ്റെ ചെയ്യുന്ന തൊഴിലിനൊരു മിഷൻ കിട്ടിയാൽ കുഴപ്പമില്ല. അവരെനിക്ക് 1 ലക്ഷം റുപ്യ എന്നെ സഹായിച്ചു. എന്നോട് പറഞ്ഞു നിങ്ങളെ ആവശ്യത്തിന് എന്താ വേണ്ട വെച്ചാൽ നിങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞാൽ ആകാശിന് സാധനം വാങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ മറ്റുള്ളൊരു സഹായങ്ങളോ കാര്യങ്ങളോ പുറത്തുനിന്ന് കൂടുതൽ വന്നിട്ടില്ല. പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്ന് ആ ചായയും കാര്യങ്ങളും കൊടുത്ത സമയത്ത് തന്നെ നമ്മളൊരു പയ്യോളില്ല അയിനിക്കാട് എന്ന് പറഞ്ഞൊരു സംഘടനകൾ വന്നു. അവരെന്നോട് ആരും അറിയാതെ തന്നെ അവർക്ക് 25,000 റുപ്യ. പക്ഷെ അവരന്ന് തന്നത് ഞാൻ പറ്റൊരു മോശം നിൽക്കുന്ന സമയത്ത് അവർ തന്നപ്പം അത് വലിയൊരു ഉപകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, അവർ കഴിഞ്ഞ ഒരു 2-3-4 മാസം മുമ്പ് അവർ കോഴിക്കോട് വെച്ചിട്ട് അവർ സ്വീകരണത്തിലേക്ക് നമ്മളെ വിളിച്ചു. അങ്ങനെ ഒരുപാട് ഇതിൽ നമുക്ക് പുറത്തുള്ള ആളുകളായിട്ട് ബന്ധപ്പെടാനും പറ്റി. അപ്പോൾ അവരൊക്കെ നമ്മളെ സഹായിച്ചതൊക്കെ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സഹായങ്ങളാണ്.
അങ്ങനെ ഒരുപാട് സഹായങ്ങൾ നമുക്കറിയാം ഇപ്പൊ സർക്കാർ തലത്തിലും മറ്റ് സംഘടനകളുടെ ഒക്കെ തലത്തിൽ നടന്നിട്ടുണ്ട്. ഇപ്പൊ ഇവർ പറയുന്ന ഒരു കാര്യമാണ്, നേരിട്ട് ആ പട്ടികയിൽ പെടാതെ പോയ അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഇതിന്റെ ആഘാതം മുഴുവൻ അനുഭവിച്ച ജീവിത ഉപാധികൾ ഇല്ലാതായ കച്ചവടങ്ങൾ നഷ്ടപ്പെട്ട അവരെ കൂടി പരിഗണിക്കണം എന്നതാണ്. അത് അതിനുള്ള ഒരു സാധ്യതകൾ എങ്ങനെയാ കമലട്ടെ? ഇതിലിപ്പോ ഈ സർക്കാരിന്റെ ദുരന്തബാധിതരുടെ പട്ടികയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കുറച്ചുപേര് കൂടെ പുറത്തുണ്ടെന്ന് പറഞ്ഞല്ലോ. അവരെ അപ്പീൽ നൽകി അവരുടെ ഹിയറിംഗ് കഴിഞ്ഞു. 17 പേരുടെ കാര്യത്തിൽ കലക്ടർ തന്നെ അവരുടെ പട്ടിക കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരെ ഉൾപ്പെടുത്തുന്ന പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ മറ്റുള്ളവർ ഈ പട്ടികയ്ക്ക് എന്തായാലും പുറത്തു നിൽക്കുന്ന കുറച്ച് ആളുകൾ, ചൂരൽമല ടൗണിന് അപ്പുറത്തൊക്കെ താമസിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ ഗവൺമെന്റിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. കാരണം അവർക്ക് തൊഴിൽ വേണം. അവർ ഈ പറഞ്ഞതുപോലെ ഈ ജനതയെ, ഈ ഗ്രാമങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന തൊട്ടടുത്തുള്ള ആളുകളാണ്. അവർക്ക് വേണ്ടി വാഹനങ്ങൾ ഓടിച്ചും അതുപോലെ വ്യാപാരം നടത്തിയുമൊക്കെ ഈ വ്യാപാരികളുടെ കാര്യത്തിൽ, കെട്ടിട ഉടമകളുടെ കാര്യത്തിൽ, കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന കൃഷിഭൂമി നഷ്ടപ്പെട്ടവരുടെ കാര്യത്തിലൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ കാര്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല. അത് ഉടനെ ഉണ്ടാകണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാം പരാതികൾ, കുറച്ചു പേർക്കുള്ള പരാതികളുണ്ട്. അതുകൂടി പരിഹരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പുനരധിവാസം ഏകദേശം പൂർണ്ണതോതിൽ വിജയത്തിലേക്ക് എത്തിയെന്ന് പറയാം. പക്ഷെ വീടുകളൊക്കെ പണിയണം. അതിന് നമുക്കറിയാം ഈ കാലാവസ്ഥയൊക്കെ ഇവിടെ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ മഴയൊക്കെ മാറിയാലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെ വേഗത്തിൽ മുന്നോട്ട് പോകും. ഇതിനൊപ്പം ഒരു കാര്യം കൂടി പങ്കുവയ്ക്കാനുള്ളത്, ഇപ്പോൾ നമുക്കറിയാം അന്ന് പ്രധാനമന്ത്രിയോട് വരുമ്പോഴൊക്കെ വലിയ പ്രതീക്ഷ ഇവിടുത്തെ ജനങ്ങൾക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഒപ്പം അന്ന് നൈസമോൾ എന്ന കുഞ്ഞിനെ പ്രധാനമന്ത്രി എടുത്ത് താലോലിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് നമുക്കറിയാം ഈ സഹായത്തിന്റെ പേരിൽ കേന്ദ്രവും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള വലിയ വാദപ്രതിവാദങ്ങൾ, വേണ്ട അർഹിക്കപ്പെട്ട രീതിയിൽ നമുക്ക് കിട്ടിയോ എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നതാണ്. എന്തായാലും ആ കുഞ്ഞിന്റെ കുടുംബം അടക്കം ഇപ്പോൾ അന്നുണ്ടായ വലിയ പ്രതീക്ഷകൾ, പക്ഷേ അത് അങ്ങ് എത്തിച്ചേരാത്തതിന്റെ ഒരു സങ്കടവും നിരാശയും ഒക്കെ എല്ലാവരും പങ്കു